എല്ലാവർക്കും നമസ്കാരം. ഇറാൻ ഇന്ന് കത്തുകയാണ്. അവിടെയുള്ള ഇസ്ലാമിക ഭരണം അവസാനിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഒടുവിൽ സഹികെട്ട് മടുത്ത് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസും പട്ടാളവും ചേർന്ന് അവരെ അടിച്ചമർത്താൻ നോക്കിയിട്ടും ധാരാളം ആളുകൾ ദിവസവും വെടികൊണ്ട് വീണ് മരിച്ചിട്ടും ഇറാനിലെ പ്രതിഷേധം അടങ്ങുന്നില്ല. ഇറാൻ ഇപ്പോൾ ഭരിക്കുന്ന സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമേനി അയാളെ പുറത്താക്കുക, ഇസ്ലാമിക ഭരണത്തിൽ നിന്ന് ഇറാനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഇങ്ങനെ ഒരു മാറ്റം ഇറാനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാനിലുള്ള ജനങ്ങൾ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു പരിധി വരെ ശാന്തതയുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. കാരണം ഇന്ന് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, യമനില് ഹൂതികൾ, ലെബനോനില് ഹെസ്ബുള്ള, ഗാസയില് ഹമാസ്, സിറിയയിലും ഇറാഖിലും ഇങ്ങനെ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ തീവ്രവാദ സംഘടനകളുണ്ടോ അവർക്കെല്ലാം ഏറ്റവും അധികം ഫണ്ട് ചെയ്യുന്ന ഒന്നാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാൻ തന്നെയാണ്. പിന്നെ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഒന്നാമത് ഇറാൻ തന്നെയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് പഠിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക. ഇസ്രായേലാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. എന്നാൽ മാപ്പിൽ നമ്മൾ ഇറാൻ എവിടെയാണ് കിടക്കുന്നത്, ഇസ്രായേൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് നോക്കിയാൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിർത്തി പ്രശ്നങ്ങളില്ല. എന്നിട്ടും എന്തുകൊണ്ട് അന്നും ഇന്നും ഇസ്രായേലിനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരേ ഒരു കാരണം അവിടുത്തെ മത ഭരണകൂടം തന്നെയാണ്. നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ, കഴിഞ്ഞിടയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യ നടത്തി. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 100 കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ എന്താണ് പ്രശ്നം? ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടി വാങ്ങിക്കൊണ്ടിരിക്കാൻ എന്താണ് ഇറാന്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒന്നും നമ്മൾ കാണില്ല. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. മതത്തിന്റെ ആശയങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ ഇറാന് ശത്രുവാണ്. വേറെ ഒരു കാര്യവുമില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു സൈന്യം ഉണ്ടെങ്കിൽ ആ സൈന്യം പോലും യഥാർത്ഥത്തിൽ മതത്തിനെ സംരക്ഷിക്കുവാൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. IRGC, ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. പലരും ഇവിടെ വലിയ ആരോപണമായിട്ട് കൊണ്ടുവരുന്നത് എന്താണ്? വെനസ്വേലയിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ പലയിടത്തും ചെയ്യുന്നത് പോലെ അമേരിക്കയാണ് ഇതിൻ്റെയൊക്കെ പുറകില്, ഇസ്രായേലാണ് ഇതിൻ്റെയൊക്കെ പുറകില്. സോ വാട്ട്? അമേരിക്കയും ഇസ്രായേലും ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്? ആ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ അവരെ ഇതുപോലെ ഇല്ലാതാക്കണമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ പ്രതിരോധിക്കേണ്ടത് അവരുടെ അവകാശമാണ്. ഇസ്രായേലാണ് ഇതിന്റെ പുറകിൽ എന്ന് തന്നെ വെക്കുക. എന്താണ് അതിൽ തെറ്റ് പറയാനുള്ളത്? ലോകത്തെ ഏറ്റവും ക്രൂഡ് ഓയിലുള്ള ഒന്നാമത്തെ രാജ്യമാണ് വെനസ്വേല, മൂന്നാമത്തെ രാജ്യമാണ് ഇറാൻ. എണ്ണ സമ്പുഷ്ടമായ ഇത്തരം രാജ്യങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ആഗോള മാർക്കറ്റിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ കരുതലോടെ ആയിരിക്കും. കാരണം പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും സുരക്ഷിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം 1 രൂപ പോലും നഷ്ടപ്പെടാതെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് ഉയരുമ്പോൾ ഓഹരികളിൽ, പ്രധാനമായിട്ടും മിഡ് ക്യാപ്പുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ റിസ്ക് കുറച്ച് നിങ്ങളുടെ പണം സംരക്ഷിക്കാനായി ഓഹരികൾക്കൊപ്പം ഡെറ്റിൽ നിക്ഷേപിക്കുന്നു. ഈ അവസരം ഒരുക്കുന്നത് ആക്സിസ് മാക്സ് ലൈഫ് ആണ്. അവരുടെ ഹൈ ഗ്രോത്ത് 2 ഫണ്ട് എന്ന NFOയിൽ ഈ രീതിയിൽ ഈ വരുന്ന ജനുവരി 15-ാം തീയതി വരെ നിക്ഷേപിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനും മലയാളത്തിൽ തന്നെ അവരോട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്നും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. 2000 രൂപ മുതൽ എത്ര വലിയ തുകയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ NAV 10 രൂപയാണ്. നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും ഉണ്ടാകില്ല. പിന്നെ ആക്സിസ് മാക്സ് ലൈഫ് തന്നെ 2008-ൽ പുറത്തിറക്കിയ ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 29.3%, 23.7% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ പ്രതിമാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരിയഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു തുക തിരഞ്ഞെടുക്കുക. പിന്നെ മറക്കണ്ട, നമ്മുടെ ഈ NFOയുടെ അവസാന തീയതി ജനുവരി 15-ാം തീയതി വരെ മാത്രമാണ്. അതായത് ഇനി 10 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇറാനെയും ഇറാഖിനെയും ലിബിയയും ഒക്കെ അമേരിക്ക താർത്തതാണ്, ഇസ്രായേൽ താർത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു?
എത്രമാത്രം എണ്ണ സമ്പുഷ്ടമായിട്ടുള്ള ധനികമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇറാനിൽ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇറാഖിൽ പ്രശ്നം? എന്തുകൊണ്ടാണ് ലിബിയയിൽ പ്രശ്നം? സദ്ദാം എന്താണ് ചെയ്തിരുന്നത്? ഗദ്ദാഫി എന്താണ് ചെയ്തിരുന്നത്? ഇറാനിലുള്ള ആയത്തുള്ള അലി ഖൊമൈനി ഒക്കെ എന്താണ് ചെയ്യുന്നത്? കയ്യിലിരിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള രീതിയിൽ വ്യാപാരം ചെയ്ത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് അഭിവൃദ്ധി നൽകിക്കൊണ്ട് ധനികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് കുറെ മതത്തിന്റെ ആശയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുകയും അങ്ങനെ ഒരു കാര്യവുമില്ലാതെ, ഇപ്പോൾ ഇറാന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവരുമായിട്ട് അതിർത്തി പോലും പങ്കിടാത്ത അങ്ങ് ദൂരെ കിടക്കുന്ന ഇസ്രായേലാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. സ്വയം നശിച്ചാലും കുഴപ്പമില്ല, ഇസ്രായേലിനെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ അന്നും ഇന്നും നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ്? ഇറാനിലെ ഭരണകൂടത്തിന് ആവശ്യമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ സമാധാനമോ സുരക്ഷിതത്വമോ ഒന്നും അല്ല. ഇസ്രായേലിന്റെ ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാനിൽ വന്ന് വീണ് കഴിഞ്ഞാലും അവിടെയുള്ള നിരപരാധികൾ മരിച്ചു കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും കയ്യിലുള്ള അവസാനത്തെ തുട്ടെടുത്തിട്ടാണെങ്കിലും മിസൈൽ ഉണ്ടാക്കി ഒന്നെങ്കിൽ ഇസ്രായേലിലേക്ക് നേരെ തൊടുത്തു വിടും, അല്ലെങ്കിൽ ഇത്ര നാളും ചെയ്തിരുന്നത് പോലെ ഹൂത്തികൾക്കും ഹെസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ ഫണ്ട് കൊടുക്കും. അവർ ഇസ്രായേലിനെ ഉപദ്രവിച്ചു കൊള്ളും. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് അശാന്തി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ എന്ന് മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെ ഇറാൻ എന്താണ് എന്ന് വ്യക്തമാണ്. ഇറാനും ഇസ്രായേലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോഴും കഴിഞ്ഞിടയ്ക്കുമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ആക്രമണങ്ങളാണ്, റോക്കറ്റ് ആക്രമണങ്ങളാണ് പരസ്പരം നടത്തുന്നത്. ഇറാൻ അയക്കുന്ന 100 മിസൈലുകളിൽ 99 എണ്ണവും ഇസ്രായേൽ താർക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അയക്കുന്ന 100 മിസൈലുകളിൽ 99 എണ്ണവും ഇറാനിൽ ചെന്ന് വീഴുന്നുമുണ്ട്. ജനങ്ങൾ മടുത്തു. അവർക്കൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഭരണകൂടം അവരുടെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല നോക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനം വേണോ എന്നുള്ളതല്ല നോക്കുന്നത്. നേരെ മറിച്ച് പല ഐഡിയോളജികളിലും വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയും ഇസ്രായേലിനെ തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ പല രീതിയിൽ ചൊറിയുകയും അതിനെല്ലാം അനുഭവിക്കുന്നത് ഇറാനിലുള്ള 10 കോടിയോളം വരുന്ന സാധാരണ മനുഷ്യരുമാണ്. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. 10 കോടി മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അതിലൊരു 90% ഷിയ മുസ്ലിംസ് ആണ്, ബാക്കി സുന്നി മുസ്ലിംസ് ആണ്. ഷിയ മുസ്ലിംസിൽ ഭൂരിഭാഗവും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ തന്നെയാണ്. പഴയ പേർഷ്യ ആയിരുന്നു ഇറാൻ എന്നുള്ളത് ഓർക്കണം. പേർഷ്യൻ സാമ്രാജ്യം അതിന്റെ ആ പഴയ മഹത്തരമായ സംസ്കാരത്തിലേക്കും പാരമ്പര്യത്തിലേക്കും ഒക്കെ തിരിച്ചു പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രക്ഷോഭങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇറാനിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ളവർക്കും സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. ഇന്ന് യൂറോപ്പിലേക്കൊക്കെ ഏറ്റവും അധികം അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. ഈ സിറിയയിലും ഏറ്റവും അധികം ഫണ്ട് മുടക്കി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണം ഇതേ ഇറാൻ തന്നെയാണ്. ജർമ്മനി 2015 അവിടുത്തെ ചാൻസലർ ആഞ്ചല മെർക്കൽ പറഞ്ഞു, ഞങ്ങൾ 3 ലക്ഷം സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്, ലോകം മുഴുവൻ ഇത് മാതൃകയാക്കണം. ഈ വർഷമാകുമ്പോഴേക്കും ഏകദേശം 15 ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികളാണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം കടന്നു കയറിയത്, അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചത്. ഇന്ത്യക്കാർക്ക് ചെല്ലാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബോട്ടിൽ വരുന്നവർക്കൊക്കെ അവർ അഭയം കൊടുക്കും. അതിന്റെ റിസൾട്ട് എന്താണ്? ഈ കഴിഞ്ഞ ക്രിസ്മസിന് പോലും അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ വേണ്ടി പട്ടാളത്തെ കാവൽ നിർത്തേണ്ട ഗതികേടിലേക്ക് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം പോയി. അവരെല്ലാം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പോളണ്ട് ചെയ്തു തന്നെയാണ് ശരി. ഒരാളെ പോലും അവർ കയറ്റിയിട്ടില്ല. യമൻ എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലെങ്കിൽ ഹൂത്തികളുടെ ഈ യമൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളും പ്രശ്നങ്ങളും ഒന്നും ആരും വാർത്തകളാക്കുന്നില്ല. ലെബനോൻ എന്ന് പറയുന്ന പണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലെബനോന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ഹെസ്ബുള്ള അവിടെ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്? ഗാസയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം തുടക്കം ഒക്ടോബറിൽ നടന്നത് എന്താണെന്ന് ഓർക്കണം. അത് ചെയ്തത് ഹമാസ് ആണ്. ഹമാസ് ആണ് ഗാസയിലെ ജനങ്ങൾക്ക് ശാപമായിട്ടുള്ളത്. ആ ഹമാസിന് ഫണ്ട് ചെയ്യുന്നതും ഇതേ ഇറാൻ തന്നെയാണ്. ഹെസ്ബുള്ളയ്ക്ക് ഫണ്ട് ചെയ്യുന്നതും ഇതേ ഇറാൻ തന്നെയാണ്. ഹൂത്തികൾക്ക് ഫണ്ട് ചെയ്യുന്നതും ഇതേ ഇറാൻ തന്നെയാണ്. ഇങ്ങനെയുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇറാനിൽ ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ സാമ്പത്തികമായിട്ട് പരമദരിദ്രരായിട്ട് മാറുന്നു, സമ്പാദിച്ച് വെച്ചിരുന്നവർ പോലും. കാരണം ഇൻഫ്ലേഷൻ ആ രീതിയിലേക്ക്, ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കറൻസിക്ക് വിലയില്ലാതാകുന്നു. ശ്രീലങ്കയിൽ ഒരിക്കൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ശ്രീലങ്കയിൽ അതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അവരുടെ ജൈവ കൃഷി. എന്നാൽ ഇറാനിൽ എന്തുകൊണ്ട് സംഭവിച്ചു? പറഞ്ഞു വരുമ്പോൾ എല്ലാം അമേരിക്കൻ ഉപരോധം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. വെനസ്വേല ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള രാജ്യം ഇങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണ്? അമേരിക്കൻ ഉപരോധമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ റഷ്യയും ചൈനയും ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ആ രാജ്യത്ത് നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിന്റെ ഒരു പുരോഗതിയും വെനസ്വേലയിൽ ഉണ്ടായില്ല? അമേരിക്കൻ ഉപരോധം മാത്രമൊന്നുമല്ല കാരണം. അതുപോലെ തന്നെയാണ് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള 3ാമത്തെ രാജ്യമായ ഇറാന്റെ കാര്യവും പറയുമ്പോൾ തെറ്റായ സാമ്പത്തിക നയങ്ങൾ
ഏറ്റവും പ്രധാനമായിട്ട് മതത്തിന്റെ ആശയങ്ങളാണ് ആ രാജ്യത്ത് ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാവില്ല. ഇതിനെല്ലാം പുറമെയാണ് ഇത്രയും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഉള്ള പണം മുഴുവൻ ഈ പറയുന്നത് പോലെ ഹെസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഗാസയിലെ ഹമാസിനും ഒക്കെ അവർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു 35 ലക്ഷം പോപ്പുലേഷനുള്ള ഒരു ചെറിയ രാജ്യമാണ്, വളരെ അധികം സമ്പത്തുമുണ്ട്. അവരും ഈ പറയുന്നത് പോലെയൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ രാജ്യം തകർന്നു പോകുന്ന രീതിയിലേക്കൊന്നും അത് പോയിട്ടില്ല. നേരെ മറിച്ച് ഇറാൻ എന്ന് പറയുന്നത് 10 കോടിയോളം ഒക്കെ പോപ്പുലേഷനുള്ള ഒരു വലിയ രാജ്യമാണ്. സാമ്പത്തികമായ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അതിനും പുറമെയാണ് കിട്ടുന്ന ഫണ്ട് മുഴുവൻ ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് അവരിങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് ഇറാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ പഴയ പേർഷ്യൻ എംപയറിന്റെ പകിട്ട് മാറാത്ത വളരെ പ്രൗഢിയുള്ള ജനങ്ങൾ പ്രൗഢമായിട്ട് ജീവിക്കുന്ന ഒരു ഭൂമി തന്നെയാണ്. ഒരു കാലത്ത് ഏറ്റവും മോഡേൺ ആയി വസ്ത്രധാരണവും ഒക്കെ ചെയ്ത് ഏറ്റവും ആധുനികമായ രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് മേല് അവർക്ക് വസ്ത്രധാരണത്തിൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, സ്ത്രീകൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ആകെ മൂടി പൊതച്ച് ഒന്നും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ സ്ത്രീകൾ അവിടെ ജീവിക്കുന്നു. പല വീടുകൾക്കും ജനലുകൾ പാടില്ല എന്ന് പറയുന്നു. രാജ്യം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഉദ്ദേശം മുഴുവൻ രാജ്യം നന്നാക്കാനല്ല, സ്ത്രീകൾ എങ്ങനെ വീട്ടിലിരിക്കണം, അവർ ഏത് സമയത്ത് പുറത്തിറക്കണം, ഇങ്ങനെ പഴയകാല നൂറ്റാണ്ടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തെ. ഇതേ പ്രവണത തന്നെയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഇറാനിൽ കൂടി വന്നിരുന്നത്. ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തന്നെ വെക്കുക. പക്ഷേ സ്വന്തം രാജ്യം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ള പണം മുഴുവൻ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഒക്കെ കൊടുത്ത് അവരോടൊക്കെ ഇസ്രായേലിനിട്ട് പണിയാൻ പറഞ്ഞു വിടുന്നു. അതിനും പുറമെ സ്വന്തം നിലയിൽ കുറെ പണികൾ കൊടുക്കുന്നു. ഇതിനെല്ലാം 100ന് 100 ഇറാന് തിരിച്ചു കിട്ടുന്നു. ഇറാനിൽ വെച്ച് ഈ പറയുന്ന സംഘടനകളുടെയും അല്ലെങ്കിൽ ഇറാന്റെ തന്നെയും ഒക്കെ പ്രധാന ലീഡേഴ്സ് ഒക്കെ കൊല്ലപ്പെടുന്നത് പുതിയ സംഭവമൊന്നുമല്ല. ഒന്നെങ്കിൽ അമേരിക്ക തീർക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ തീർക്കും. കഴിഞ്ഞ ഇടയ്ക്ക് ആയിരക്കണക്കിന് മിസൈൽ ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ വന്ന് വീണപ്പോൾ ആ ജനങ്ങള് ഇറാനിലുള്ള ഭരണകൂടത്തിനെതിരെ തന്നെയാണ് പല്ലിറുമിക്കൊണ്ടിരുന്നത്. കാരണം ഇസ്രായേലിനിട്ട് ഇങ്ങനെ പോയി ചൊറിഞ്ഞിട്ട് അങ്ങോട്ട് ICBM ഉൾപ്പെടെയുള്ള വലിയ മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അയക്കുന്നു. ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേൽ താർക്കുന്നു. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചുവിടുന്നു. അതൊന്നും മിസ്സാവാതെ ഇറാനിൽ തന്നെ വന്ന് വീഴുന്നു. ജനങ്ങൾ മടുക്കുകയാണ്. അവർക്കൊരു താല്പര്യമുള്ള യുദ്ധമല്ല. അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തു. ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള 1ാമത്തെ രാജ്യം. ഇറാനാണ് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിലുള്ള 3ാമത്തെ രാജ്യം, സൗദി അറേബ്യ കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ഈ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇങ്ങനെയുള്ള ഒരുപാട് എണ്ണ സമ്പുഷ്ടമായിട്ടുള്ള എന്നാൽ ധനിക രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ലല്ലോ? എന്തുകൊണ്ടാണ്? സൗദി അറേബ്യയിലൊക്കെ ഓരോ മാറ്റങ്ങളും വരുമ്പോൾ ഇവിടെയുള്ള പരമ്പരാഗത ചിന്താഗതിക്കാരൊക്കെ അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യമായിട്ട് അംഗീകരിക്കാത്തവർ വരെയുണ്ട്. കാരണം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതൊന്നും നമുക്ക് ചേർന്നതല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ആ രാജ്യത്തുള്ള ജനങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. സൗദിയിൽ കുഴപ്പമില്ലല്ലോ, UAEയിൽ കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇറാനിൽ പ്രശ്നം? പണ്ട് എന്തുകൊണ്ടാണ് ഇറാഖിൽ പ്രശ്നമുണ്ടായത്? ഈ പറയുന്ന പോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പുണ്യാളൻ രാജ്യമാണെന്നല്ല പറഞ്ഞത്. ഇറാനിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ചരിത്രം നോക്കിയാൽ 1979 അവിടെ ഉണ്ടായിരുന്നത് ഒരു ഷാ പഹ്ലവി, അമേരിക്കൻ പാവ തന്നെയായിരുന്നു. അയാളുടെ ഭരണം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിപ്ലവത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക ഭരണമാണ് പിന്നീട് വന്നത്. ആയത്തുള്ള ഖൊമേനി, അദ്ദേഹം 89 മരിക്കുന്നു. പിന്നീട് ഇപ്പോൾ വന്നതാണ് ഇപ്പോഴുള്ള ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് 79 മുതലുള്ള ഭരണം നോക്കിയാൽ മുമ്പുണ്ടായിരുന്ന ഷായുടെ ഭരണത്തെക്കാൾ മോശമായ രീതിയിലാണ് അന്ന് മുതൽ ഇറാൻ മുന്നോട്ട് പോയത്. ജനങ്ങൾക്ക് മണ്ടത്തരം മനസ്സിലായി. പക്ഷെ വീണ്ടും ഒരു വിപ്ലവത്തിലൂടെ ഈ പറയുന്ന ഇസ്ലാമിക ഭരണത്തെ പുറത്താക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഉരുക്ക് മുഷ്ടി കൊണ്ട് മത നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. 2005 വർഷത്തിൽ അവർ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ പോകുന്നു. അതിനെന്താണ് പ്രശ്നം? ഇന്ത്യക്കില്ലേ, ചൈനക്കില്ലേ, അമേരിക്കക്കില്ലേ, റഷ്യക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇറാൻ എന്തും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇസ്രായേലിനെ ഇല്ലാതാക്കും. അമേരിക്ക എന്ന് പറയുന്ന ഒരു ചെകുത്താൻ രാജ്യമാണ്. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം സ്വന്തമാക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും ഒക്കെ തടയും. ഇതിനിടയ്ക്ക് പറയേണ്ടത് 79 ഭരണം മാറി 80 മുതൽ 88 വരെ ഇറാൻ ഇറാഖ് വാറായിരുന്നു. സദാം ഹുസൈനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിച്ചത് ആരാണ്? അമേരിക്ക തന്നെയാണ്. പരസ്യമായിട്ട് അന്ന് ഇറാഖിനെയും സദാമിനെയും രഹസ്യമായിട്ട് ആയുധങ്ങൾ കൊടുത്ത് ഇറാനെയും അമേരിക്ക അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്നത് ശരിയാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധിക്കാരായിട്ടുള്ള ലാഭം മാത്രം കണ്ണുവെച്ചിരിക്കുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ
ഇവരുടെ പ്ലേ ഗ്രൗണ്ടിൽ ഇറക്കി കളിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? അതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അങ്ങനെ അന്ന് അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്ന സദ്ദാമിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇറാഖിന് എന്താണ് സംഭവിച്ചത്? അത് നമുക്കറിയാം. ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? പണ്ടേ തന്നെ അവിടെയുള്ള എണ്ണപ്പാടങ്ങളെയൊക്കെ ദേശസാൽക്കരിക്കാൻ ശ്രമിച്ചതായിരുന്നു അമേരിക്കയുടെ പ്രശ്നം. അതൊന്നും നടക്കാത്ത രീതിയിലാണ് ഷാ പഹ്ലവിയൊക്കെ അമേരിക്ക അന്ന് ഇറാനിൽ ഭരണത്തിൽ വെച്ചിരുന്നത്. 2015 നല്ല രീതിയിൽ അവർ കരാറുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് അമേരിക്കൻ ഉപരോധങ്ങളൊക്കെ മാറി ഇന്ന് സൗദിയും UAEയും ഒക്കെ പോകുന്നത് പോലെ തന്നെ സമ്പന്നമാകാനുള്ള സാധ്യതയുള്ള അവസരങ്ങളൊക്കെ ഇറാന് വീണ് കിട്ടിയതാണ്. പിന്നെയും അത് നശിപ്പിച്ചതാണ്. വീണ്ടും 2018 ട്രംപിന് ഉപരോധം വീണ്ടും വെക്കേണ്ടി വന്നു. കാരണം രഹസ്യമായിട്ട് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുക, ഇസ്രായേലിനെ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് അവർ വീണ്ടും മുന്നോട്ട് പോയി. അല്ലായിരുന്നുവെങ്കിൽ ഇറാനിൽ ഇപ്പോൾ ഉള്ള ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. 2020 വർഷത്തിൽ അമേരിക്കയ്ക്ക് ഇറാനിൽ അവരുടെ ഏറ്റവും പ്രധാന പട്ടാള മേധാവിയായിരുന്ന മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതൊക്കെ പലരും ഇപ്പോഴും വാർത്തകളിലൊക്കെ ഓർക്കുന്നുണ്ടാവും. ആ മേജർ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വലിയ രീതിയിലേക്ക് തന്നെ ഇറാൻ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പരസ്യമായൊരു യുദ്ധമോ എന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഉയർന്നു വരുന്നവരെയൊക്കെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ തീർക്കുന്നുണ്ടായിരുന്നു. 2024 ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ. ഇതിനെല്ലാം പുറമെയാണ് ആളുകൾ ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഈ ഗാസയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ ഇടയിൽ ഹെസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ എണ്ണം പറഞ്ഞ ലീഡേഴ്സിനെ എല്ലാം ഇറാനിൽ വെച്ചിട്ട് പോലും ഇസ്രായേൽ തീർക്കുന്നുണ്ട്, അല്ലാതെയും. എന്നിട്ടൊന്നും ഇറാൻ അയയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇറാൻ ശരിയോ അമേരിക്ക ശരിയോ ഇസ്രായേൽ ശരിയോ എന്നുള്ളതല്ല. ഇറാന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെയുള്ള ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവിടെയുള്ള ജനങ്ങളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ് ഇറാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജനുവരി 15 വരെയാണ് ഈ NFOയിൽ നമുക്ക് നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 10 ദിവസങ്ങൾ കൂടി. ലിങ്ക് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.